കൽപ്പാത്തി രഥോത്സവമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ തിരക്ക് കാരണം ഒരു രക്ഷയുമില്ല. കുറേ ആളുകളെല്ലാം തിരിച്ച് പോകുന്നുമുണ്ട്. ഇതും അഗ്രഹാരവുമായി ബന്ധപ്പെട്ട എന്തോ ചടങ്ങാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ദിവസമാണിന്ന്. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന മുഴുവൻ അഗ്രഹാരങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അഗ്രഹാര വീതികളിൽ കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പിന്നെ ഇവിടുത്തെ തിരക്കുകൾ നോക്കിയേ. മുഴുവൻ കടകളും ചെറിയ ചെറിയ കടകളും എല്ലാം വന്നിരിക്കുകയാണ്. ഇതെല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ഈ രണ്ട് സൈഡിൽ കാണുന്ന ഞാൻ പറഞ്ഞില്ല അഗ്രഹാരങ്ങളാണ്. ഈ അഗ്രഹാരങ്ങളുടെ ഇത് പൂമുഖത്താണ്. ഇത് ഉത്സവം കാരണമാണ് ഇവിടെയെല്ലാം ഇതുപോലെ ഈ കടകളെല്ലാം വന്നിരിക്കുന്നത്. 10 ദിവസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉത്സവം. ഇന്നാണ് സമാപനം. ഇന്നാണ് രഥോത്സവം നടക്കുന്ന ദിവസം. ഇവിടെ ഈ ക്ഷേത്രത്തിന് ഒത്തിരി ഐതിഹ്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഈ ക്ഷേത്രം എങ്ങനെയാണ് വന്നെന്നൊക്കെ അത് എനിക്ക് കുറച്ച് കഥകളൊക്കെ എങ്ങനെ അറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് ഈ തമിഴ്നാട്ടിലെ മയിലാടുതുറൈ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു അവിവാഹിതയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടാകും. അവരുടെ പേര് ലക്ഷ്മി അമ്മാൾ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ ഇവർ ഒരു പ്രാവശ്യം കാശിയിലേക്ക് ഒരു തീർത്ഥാടനം പോയി. അവിടെ അന്ന് ഗംഗയിൽ മുങ്ങി കുളിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ഒരു ശിവലിംഗം കിട്ടിയെന്നാണ് പറയുന്നത്. ഈ ലക്ഷ്മിയമ്മാൾ തിരിച്ച് വന്ന വഴിക്ക് ഈ ശിവലിംഗമായിട്ട് വരുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം. അങ്ങനെ തിരിച്ച് ഈ കൽപ്പാത്തിപ്പുഴയുടെ സമീപത്ത് വിശ്രമിക്കാൻ വന്നു. അങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി ശിവലിംഗം എടുക്കുന്ന സമയത്ത് ശിവലിംഗം അനങ്ങുന്നില്ല. ഒരു അശരീരി ഇങ്ങനെ കേൾക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അത് രാജാവിനെ അറിയിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒരു ക്ഷേത്രം പണിതെന്നൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യ കഥകൾ. അന്ന് ലക്ഷ്മിയമ്മാൾ രാജാവിൻ്റെ അടുത്തൊരു നിബന്ധനയും കൂടെ വെച്ചിരുന്നു. എൻ്റെ നാട്ടിലെ മാതൃകയിലും എൻ്റെ നാട്ടിലെ അതായത് നമ്മുടെ ഈ തമിഴ് ബ്രാഹ്മണർ അവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പൂജാവിധികൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു നിബന്ധനയും വെച്ചിരുന്നു. അതാണ് ഇപ്പോഴും ഇവിടെ തമിഴ് ബ്രാഹ്മണർ കൂടുതലുള്ളത്. ഈ ക്ഷേത്രത്തിന് 18 ശബരിമല പോലെ 18 പടികളാണ് ഉള്ളത് കേട്ടോ. ശബരിമലയ്ക്ക് നമ്മൾ കയറുമ്പോൾ മേലോട്ടാണ് 18 പടി കയറുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിന് താഴോട്ടാണ് 18 പടി. നമ്മൾ ക്ഷേത്രം താണാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പം രഥോത്സവത്തിന് മുമ്പുള്ള എന്തൊക്കെയോ ചടങ്ങുകളൊക്കെയാണെന്ന് തോന്നി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും ഐതിഹ്യമൊക്കെ കാണുമായിരിക്കും, അത് എനിക്കറിയില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരാളൊരു തലപ്പാവ് വെച്ചിട്ടുണ്ട്. ഈ ഇവിടുത്തെ നമ്മുടെ ഈ അഗ്രഹാരത്തിലെ എന്തെങ്കിലും ഒരു പ്രതിനിധിയൊക്കെ ആകാം. ഇതുകൊണ്ട് ഇവിടെ തേര് വലിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ആനയൊക്കെ കൊണ്ടിരുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയ്ക്കൂടിയാണ് ആന വരുന്നത്. ആന പിന്നെ JCB ഇതെല്ലാം അവിടെ ഒന്ന് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ തേര് വലിക്കണമെങ്കിൽ ജനങ്ങൾ തന്നെ പറ്റത്തില്ലായിരിക്കും, അതിനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ആനയൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ ഈ ഒന്നാമത് ഇടയില്ല, എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഈ അഗ്രഹാരത്തിൻ്റെ തെരുവുകളിൽ മുഴുവനും കച്ചവടക്കാരാണ്. താൽക്കാലികമായിട്ടുള്ള ഈ ഉത്സവത്തിന് വേണ്ടിയുള്ള കച്ചവടക്കാരാണ് മുഴുവനും. ഇവിടെ കിട്ടാത്തതായിട്ട് ഇന്നൊന്നുമില്ല കേട്ടോ. ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമല്ല ഇന്ന്. വലിക്കാനുള്ള രഥമാണ് അങ്ങ് ദൂരെ കാണുന്നതുണ്ടോ. 2 വലിയ രഥങ്ങളാണുള്ളത്. അത് ഒന്നിൽ ശിവനെ, ഒന്നിൽ പാർവതി. പിന്നെയുള്ള 2 രഥങ്ങളിൽ മുരുകനും ഗണപതിയും. പിന്നെ വേറെ രഥങ്ങളിൽ ദേവഗണങ്ങൾ. ഇത് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് സംഗമിക്കും പല ക്ഷേത്രങ്ങളിൽ നിന്ന് വന്നിട്ട്. അതാണ് ദേവസംഗമം. ദേവസംഗമമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഐതിഹ്യം നമുക്കിവിടെ നിന്നുകൊണ്ട് വിശദമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇന്നാണ് ഇവിടുത്തെ സമാപനം. രഥോത്സവം എന്ന് പറയുന്ന ദിവസം ഇന്നാണ്. അവസാനത്തെ 3 ദിവസം രഥം ഇങ്ങനെ വലിക്കും. പക്ഷേ ഇന്നാണ് ഏറ്റവും പ്രധാനം. എല്ലാ രഥങ്ങളും ഇവിടെ സംഗമിക്കുന്ന ദിവസമാണ്. ഇവിടെ തിരക്ക് കൂടുതൽ ഇങ്ങനെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഒരുപാട് പേര് മുമ്പോട്ട് പോകാതെ പുറകോട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാവും, അതുകൊണ്ടായിരിക്കും. ഈ അഗ്രഹാരങ്ങൾ അറിയാമല്ലോ, മുഴുവനും ഈ തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ അഗ്രഹാരങ്ങളിൽ അവർ നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ ചമ്മന്തിപ്പൊടി, പപ്പടം, അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. പപ്പടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പപ്പടം അല്ല, തക്കാളിപ്പപ്പടം, മത്തങ്ങ പപ്പടം, പാവയ്ക്ക പപ്പടം, നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത പപ്പടങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അച്ചാർ, ചമ്മന്തിപ്പൊടി, വേപ്പിലക്കട്ടി എന്ന് വേണ്ട സർവ്വ സാധനം ഇവിടെ കിട്ടും. ഒരു രഥം ഇവിടെ കിടപ്പുണ്ട്. 2-3 രഥങ്ങളുണ്ടെന്ന്. 4 രഥം വരുമെന്നാണ് പറഞ്ഞത്. ഒരു ശരി. ഒരു രഥത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇത് കണ്ടോ, ഇപ്പോൾ ഓരോ രഥങ്ങളും ഇങ്ങനെ അവിടെ നിന്നും വരുന്നുണ്ട്. അതിങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ വരികയാണ്. ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടോ ഒരു രഥം വരുന്നത്. അടുത്തുള്ള 4 ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് ഈ രഥങ്ങളൊക്കെ വരുന്നത്.
രക്ഷയില്ലാത്ത ആളാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് അതിൻ്റെ മോറോസം കണ്ടോ. ഒരു വലിയ രഥത്തിൽ ശിവഭഗവാനും മറ്റൊരു രഥത്തിൽ പാർവതിയും, പിന്നെ വരുന്ന 2 രഥങ്ങളിൽ ഗണപതിയും സുബ്രഹ്മണ്യനും, അങ്ങനെയാണ് ഈ 4 രഥങ്ങൾ വരുന്നത്. ഇവിടെ അടുത്തുള്ള 4 ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഓരോ രഥങ്ങളും ഇങ്ങോട്ട് വരുന്നത്. ഈ കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ കാശി ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും നമ്മൾ ഈ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ കൽപ്പാത്തി, നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഇവിടെ വന്നാൽ മതി. കാശിയിലെ അതേ മാതൃകയിൽ തന്നെയാണ് ഇവിടെയും ക്ഷേത്രം പണിതിരിക്കുന്നത്. അവിടെ ഗംഗാ നദിക്ക് സമീപ തീരത്താണെങ്കിൽ ഇവിടെ കൽപ്പാത്തി നദിയുടെ തീരത്താണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശിവ പാർവതിമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെല്ലാം അതേ രീതി തന്നെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാശിക്ക് പാതി കൽപ്പാത്തി എന്ന് പറയുന്നത്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ആളാണ്. ഈ തിരക്ക് കാരണം ഞാനൊന്ന് തിരിച്ചു പോകാൻ വേണ്ടി നോക്കി, പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് വെറുതെ നിന്നാൽ മതി, നമ്മൾ തന്നെ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ വന്നവരെല്ലാം മിക്കവരും എല്ലാം തിരിച്ചു പോയായിരുന്നു നേരത്തെ തന്നെ. ഇത് കണ്ടോ, 4 രഥങ്ങൾ വന്ന് നിൽക്കുന്ന കണ്ടോ. ഈ 4 രഥങ്ങളും കൂടെ ഈ വിശാലാക്ഷി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഒന്നിച്ച് വരുന്നത്. ഇവിടെ നിന്നും ഇനി ഈ എല്ലാ രഥങ്ങളും കൂടെ ഒന്നിച്ച് ആണ് ഇവിടുന്ന് ഇനി യാത്രയുള്ളത്. അതിനി അഗ്രഹാരത്തിൻ്റെ വീതികളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദേവീ ദേവന്മാർ ഭക്തജനങ്ങളെ കാണുവാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ അഗ്രഹാരത്തിൻ്റെ വീതികളിൽ കൂടെ ഈ രഥം ഇങ്ങനെ എഴുന്നള്ളുന്നത്. ഇതിൽ ദേവന്മാരും ദേവികളും ഒക്കെ ആണെന്നാണ് സങ്കല്പം. ഇതുകൊണ്ടോ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ടോ ഘട്ടം കണ്ടോ, അത് മുഴുവനും ഫോണും ക്യാമറയൊക്കെയാണ്. ഒരു രക്ഷയുമില്ലാത്ത ആളാണ്. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ കൽപ്പാത്തി രഥോത്സവം ഒന്ന് കാണണം കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എനിക്കും തിരികെ പോകുവാൻ സമയം ആയി വരികയാണ്. ഇവിടെ ഈ ദേവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന, ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളോട് ഞാനും യാത്ര പറയുകയാണ്.